ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നമ്മുടെ സീസൺ 7 ഡേ 30 റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് മെയിൻലി നമ്മുടെ വീക്ക്ലി ടാസ്ക്കാണ്. എല്ലാം നല്ല ഭൂകമ്പമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്ന് വീടൊന്ന് മൊത്തത്തിൽ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിൻലി. പിന്നെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മോർണിംഗ് ഡാൻസ് ചെയ്തുകൊണ്ടാണ്. മറ്റേ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടിട്ട് മോർണിംഗ് ഡാൻസ് കളിച്ചിട്ടാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അടി. അവിടെ കിച്ചൺ ടേബിളുണ്ടത് രജിഷിന്, ലക്ഷ്മി, പിന്നെ അനു, ഇവരൊക്കെയാണ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ദോശയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കുഞ്ഞ് ദോശ അനു ഉണ്ടാക്കി. എന്നിട്ട് ലക്ഷ്മി ആണെങ്കിൽ മറ്റേ ഈ കറിയാണെന്ന് പറഞ്ഞാൽ സാമ്പാറോ പരിപ്പുരോ എന്ന് പറഞ്ഞിട്ട് നീട്ടി വെള്ളം പോലെ എന്തൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും 2 ദോശ എന്ന് പറഞ്ഞാൽ ചെറിയ വളരെ കുഞ്ഞു ദോശ, ആർക്കും കഴിക്കാനുള്ള മാത്രമില്ല. അപ്പോൾ അത് ആൾക്കാരെല്ലാം ചോദിച്ചു ഇതെന്തോ രസമാണോ, കറിയൊന്നും കൊള്ളത്തില്ല. പിന്നെ അനുവിനോട് ദോശ ചോദിച്ചപ്പോൾ അനു ആണെങ്കിൽ കൊടുക്കത്തില്ല, 2 ദോശക്കുള്ളിൽ കൊടുക്കത്തില്ല. എന്നിട്ടാണെങ്കിൽ അത് പറഞ്ഞിട്ട് എല്ലാവരും പരാതി പറയുന്നുണ്ട്. അക്ബർ വന്നിട്ട് പറഞ്ഞു ഒന്നിക്ക് ദോശ നല്ലതാണ്, അല്ലെങ്കിൽ കറി രണ്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അനു പറയുന്നു ബിന്നി കയറിയപ്പോൾ ഇത്രയും ചെറിയ ഇതുപോലൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അന്നേരം എല്ലാവരും പറഞ്ഞു ഇല്ല, ബിന്നി കയറിയപ്പോൾ ഒന്നുമല്ല, ബാക്കി എല്ലാ ടീമും കയറിയ സമയത്ത് ആവശ്യത്തിനുള്ള ഫുഡ് കൊടുത്ത് ഇന്ന് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനെയാണ് അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മൾ ആരുടെയും അടിമയല്ല, ഇതിങ്ങനെ ഇല്ലാത്ത പോലെ ഫുഡ് കൊടുക്കും. കാരണം അവർക്ക് റേഷൻ ഉണ്ട്. പക്ഷേ അത് റേഷൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് പോലും അവർ ഭയങ്കര പിശുക്കിയാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഒന്നത് ലക്ഷ്മിക്ക് അറിയത്തില്ല, അനുമോളാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ നെവി വന്ന് പറയുന്നുണ്ട് ജിസേലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അനുമോളിന് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്നിട്ട് നെവി പറയുന്നുണ്ട് അനു ലക്ഷ്മിനെ ഞാൻ ഈ കിച്ചൺ ടീമിൽ നിന്ന് ബാത്റൂം ടീമിലേക്ക് മാറ്റുവാണെന്ന് പറയുന്നത്. അതിന് പകരം ഒനിയിലും ജിസേലും കിച്ചണിൽ കയറട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് നെവിൻ ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞങ്ങൾ പട്ടികളല്ല, ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിമകളുമല്ല, അപ്പം ഞങ്ങൾക്ക് ഫുഡ് മര്യാദയ്ക്ക് തരണമെന്ന് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അനു മസ്താനി തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അനു ആണെങ്കിൽ ഫുഡിന് കണക്ക് കൊടുക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് ഫുഡ് എന്താ കൊടുത്ത് ഇവരെന്തുവാ വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ, അപ്പോൾ ഇത്രയ്ക്ക് ഫുഡ് കഴിച്ചാൽ മതി എന്ന് അനു പറയുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫുഡ് കൊടുക്കുന്നതിനകത്ത്, അതായത് അനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതൊന്നുമല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഫുഡിന് അങ്ങനെ കണക്ക് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അന്നേരം മസ്താനി വയ്ക്കുന്നുണ്ട് ചെറിയ ദോശയല്ലേ അനു, അത് ഇതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് തികയത്തില്ല, അത് ഭയങ്കര ചെറിയ ദോശയാണെന്ന് മസ്താനി പറയുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ അനു ആണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഈ കാർഡ് ഒറ്റപ്പെടൽ കാർഡ് പറയുന്നുണ്ട്. മറ്റേ എന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് പറയാൻ വേണ്ടി, വഴക്ക് പറയാൻ വേണ്ടി ഇവർ വെറുതെ ഓരോന്നുണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അനു ഇങ്ങനെ കാണിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആദിലെ നൂറയും മസ്താനി അനു എല്ലാം കൂടെ വരുന്നു. അപ്പോൾ അവരും പറയുന്നുണ്ട് വളരെ ചെറിയ ദോശ, എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ കണക്ക് പറയില്ല. അപ്പോൾ അനു കിച്ചൻ്റെ കണക്ക് പറഞ്ഞു, ഇത് ആണെന്നുണ്ടെങ്കിൽ ഇവരെ എന്നെയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിടെ നിന്ന് പറഞ്ഞു ഇത്രയൊക്കെ ഫുഡ് കൊടുത്താൽ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഞാൻ ഇതൊക്കെ ചെയ്ത് ഇവരെയൊക്കെ വഷളാക്കി എന്നുള്ള രീതിയിൽ ഇവർക്ക് കൂടുതൽ ഫുഡ് കൊടുത്തതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ രീതിയിൽ അനു പറയുന്നുണ്ട്. അപ്പം അനു പിന്നെ അനു നൂറുമായിട്ടൊരു കോൺവെർസേഷൻ നൂറ് പറയുന്നുണ്ട് നീ ആണല്ലോ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അന്നേരം അനു പറയുന്നുണ്ട് തോന്നുമ്പോൾ ക്യാപ്റ്റൻ എന്നെ കിച്ചൺ ടീമിൽ നിന്ന് ബാത്റൂം ടീം മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാറത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നൂറയും അനുവും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ അനുവിനോട് ചോദിക്കുന്നുണ്ട്, അനു ആണെങ്കിൽ നൂറയോട് പറയുന്നുണ്ട് അതെ അവിടെ പ്രശ്നം ഉണ്ടാകട്ടെ, ഞാൻ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് പഠിപ്പിച്ചതാണ് പ്രശ്നം, ശീലമാക്കി കൊടുത്താണ് ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് അനു പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം അനു ചോദിക്കുന്നുണ്ട് നിനക്കാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ചെയ്യിപ്പിക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പം അനു അതും അതിനകത്തുനിന്ന് നൈസായിട്ട് ഊരിപ്പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ ആദിലെ അനുവും കൂടെ ഒരു കോൺവെർസേഷൻ, അതായത് അനു പറയുന്നുണ്ടല്ലോ ഇത് കിച്ചണിൽ കയറിയപ്പോൾ അനു പറയുന്നുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വീടൊന്നുമല്ലല്ലോ, ഇവിടെ ഇങ്ങനെയൊക്കെ മതിയെന്ന്. അപ്പോൾ ആ ഒരു സാധനം ഇപ്പം അനു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂം ടീമിൻ്റെ വീട്ടില്ല, അപ്പോൾ ബാത്റൂം ടീമിൽ തന്നെ കഴുകാനുള്ളപ്പോൾ അനു പറഞ്ഞു അത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയിട്ടുള്ളൂ, ഇത് നമ്മുടെ വീട് പോലെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിലത് നൈസായിട്ട് ഇട്ടു, നീ ഇതിലല്ലോ അവിടെ കിച്ചൺ ടീമിൻ്റെ കാര്യത്തിൽ പറയുന്നത്, കിച്ചൺ ടീമിൻ്റെ കേസിൽ പറഞ്ഞപ്പം നീ പറഞ്ഞത് ഇത് നമ്മുടെ വീടല്ലാന്ന്. ഇപ്പം അതെന്താ ഇത് പിന്നെ അതിനോട് നൈസായിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പണിപ്പുര ടാസ്ക് മറ്റേ വൈൽഡ് കാർഡ്സിന്. അപ്പോൾ എന്നിട്ട് ഇവർ ബസർ അടിക്കുന്നു, ഇവർ കയറുന്നു, സാധനം എടുക്കുന്നു. പക്ഷേ ഇവർക്ക് ജിഷിൻ കറക്റ്റ് ബസർ അടിക്കുന്ന സമയത്ത് അതൊന്ന് പുറത്തിറങ്ങി. പക്ഷേ വീട്ടുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നിട്ട് പറഞ്ഞു ബിഗ് ബോസ് എന്നോട് പറയുന്നുണ്ട് ബസർ അടിച്ചതിന് ശേഷം ഇവർ പുറത്തിറങ്ങിയത്, അപ്പം ഇവർക്ക് ഒന്നും ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല. അപ്പം ജിഷിനോട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ബസറിന് ശേഷം പുറത്ത് വന്നവർക്ക് ഒന്നും ലഭിക്കില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം ജിഷൻ പറയുന്നുണ്ട് ഞാൻ പാക്കേജൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അക്ബറാണ് ആ പാക്കേജ് മേടിച്ചിട്ട് അകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട്
ബിഗ് ബോസ് ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റൻ തീരുമാനിക്കും ബിഗ് ബോസിന് മുമ്പ് പുറത്തിറങ്ങി. അപ്പോൾ അത് നെവിൻ പറയുന്നുണ്ട് എന്തുവാ ബസറിൻ്റെ ടൈമിൽ ഇറങ്ങി. അപ്പോൾ എല്ലാവരും എന്തുവാ എനിക്ക് എന്തുവാ എല്ലാവരും വന്ന് പറയുന്നുണ്ട് ഇത് ഗെയിമാണ്. അതായത് അവർ ബസർ ശേഷമാണ് ഇറങ്ങിയത്, ബസർ അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഗെയിമാണ്, ഇവരാണെന്നുണ്ടെങ്കിൽ ബോംബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയല്ലേ ഹൗസ് മേറ്റ്സിനല്ലേ പണി കിട്ടുന്നത്. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ നെവിൻ ബിഗ് ബോസിന് പറഞ്ഞു ഇവരാണെങ്കിൽ എല്ലാവരും ആണെങ്കിൽ ബസർ അടിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്, അപ്പോൾ ഇവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജിഷൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അത് പറ്റത്തില്ല, ഇത് ഞാൻ എടുത്തിട്ട് പോകും. എന്തുവാ ബിഗ് ബോസ് പറഞ്ഞു എടുത്ത് തിരിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ എടുത്ത് തിരിച്ചു വെക്കുമ്പോൾ പറഞ്ഞിട്ട് ജിഷൻ ഈ സാധനം കൈപ്പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. അപ്പോൾ അനു മാത്രം മറ്റേ വ്യത്യസ്തയാവാൻ വേണ്ടി പറഞ്ഞിട്ട് ഷാനവാസിനോട് പറഞ്ഞു നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ മറ്റേ ബസർ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ബസർ. അപ്പം അന്നേരം എന്താ അക്ബറും എന്താ ഇത് അഭിലാഷൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ഒബ്ജക്ഷൻ, അതായത് നമ്മൾ അന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്ജക്ഷൻ ഇല്ലായിരുന്നു, നമുക്ക് എങ്ങനെയും ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒബ്ജക്ഷൻ ഉണ്ട്, നമുക്കുള്ള പണിയാണ്, അതല്ലാതെ ഫുഡ് എടുക്കാൻ മാത്രമുള്ള ടാസ്ക് ഒന്നുമല്ലല്ലോ, ഇവർക്കുള്ള പണി കൂടിയാണ്. അപ്പോൾ പിന്നെ ആണെങ്കിൽ ജിഷിനും പ്രവീണും സൗമാനും കൂടെ ആയിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ ജിഷൻ പറയുന്നത് ഞാൻ ഇറങ്ങി കളിച്ച് നേടിയാണ്, ഞാൻ അകത്ത് വെക്കില്ല, ഞാൻ എന്താ ഇതും കൊണ്ട് അകത്ത് കയറുവാണ്. അപ്പോൾ ആദിലെയും ഷാനവാസും വാഷ്റൂമിൻ്റെ അവിടെ നിന്നിട്ട് സംസാരിക്കുന്ന അടുത്ത് കാണിക്കുന്നത്. അപ്പം മറ്റേ ഈ എന്താ അനുവാണെങ്കിൽ മറ്റേ പറഞ്ഞ കാര്യമാണ് പറയണത്. ഏതാ അനുവാണെങ്കിൽ കിച്ചണിലാണെങ്കിൽ ഒരു കാര്യം പറയും, ബാത്റൂമിൽ വന്നപ്പോൾ അതായത് കിച്ചണിൽ വെച്ചിട്ട് എൻ്റെ വീടല്ലാന്ന് പറഞ്ഞു, ബാത്റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കോൺട്രാക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പുള്ളിക്കാർ പറയുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറയുന്നുണ്ടെന്ന് അതിൽ ഷാനവാസിനോട് പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് ജിഷിനും അനുവും തമ്മിലുള്ളൊരു ഇതാണ്. അപ്പം അനു പറയുന്നത് നിങ്ങൾ കറക്റ്റ് സമയത്താണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അനു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിഷിനെ. അപ്പോൾ ജിഷനാണ് ഈ സാധനമൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറാൻ നേരത്ത് പാക്കേജൊക്കെ എടുത്തിട്ട് അക്ബർ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ജിഷൻ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് അക്ബർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. അക്ബർ പറഞ്ഞു ബാക്കി വൈൽഡ് കാർഡ്സിന് ഇത് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ പിന്നെ എന്താ നിങ്ങൾക്ക് എന്താ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് ജിഷിൻ്റെ അടുത്ത് അക്ബർ ദേഷ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് പറയുന്നത് ക്യാപ്റ്റൻ എന്താ ക്യാപ്റ്റനോട് നെവിനോട് വരുന്നത് എന്തിനാണ് നിങ്ങൾ ജിഷിൻ്റെ ഡ്രസ്സ് അകത്ത് കൊണ്ടുവന്നത് തിരിച്ചു വെക്കാൻ പറയും, ക്യാപ്റ്റനെ ഏൽപ്പിച്ച് ജോലി ചെയ്യുമെന്ന് പറയാം. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് കളിയാക്കും ജിഷിനെ. അങ്ങനെ ജിഷൻ അവിടെ കിടന്ന് പറയാം എനിക്ക് പരാതിയുണ്ട് ബിഗ് ബോസ്, എൻ്റെ പ്രഷ്യസ് സാധനങ്ങളൊക്കെ അക്ബർ എടുത്ത് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പുള്ളി പരാതിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അക്ബറും ജിഷിനും വീണ്ടും അവിടെ കൊമ്പ് ഓർക്കുന്നുണ്ട്. 28 ദിവസം നിങ്ങളൊന്നും ചെയ്തില്ല, എല്ലാവരും കൂടി അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് പിന്നെ അത് ഒന്നും പറഞ്ഞ് ആടി ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ തോറ്റുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം കളിയാകുന്നുണ്ട്. അക്ബറും പിന്നെ ബിന്നിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കയറിയ സമയത്ത് ടൈമിങ് പറയുന്നത് കുറച്ച് തെറ്റിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് ടൈമിൻ്റെ ഒരു ഇത് വന്നു, അവർക്കൊരു കോർഡിനേഷൻ ഇല്ലായിരുന്നു വൈൽഡ് കാർഡ്സിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ ഷാനവാസും ആദിലയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഈ ബസറിൻ്റെ കൂടെയാണ് അവർ ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ ആ സമയത്ത് ബസർ അടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി. പക്ഷേ അന്നേരം അക്ബർ പറയുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള പണിയാണ്, നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിച്ച സമയത്ത് നമ്മൾക്ക് അത് എല്ലാവരും ആരും ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തിൽ എതിർപ്പുണ്ട്, അപ്പോൾ അത് നമ്മൾ പറയണം. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് നമ്മൾ ഒരു പുതിയ വീക്ക്ലി ടാസ്ക്കാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ തൊപ്പി എടുത്താൽ പവർ, അതായത് തൊപ്പി ഉണ്ടായാൽ പവർ വരും, തൊപ്പി എടുത്തു കഴിഞ്ഞാൽ പവർ പോകും, അതായത് സൂപ്പർ പവേഴ്സാണ്. അപ്പം ഓരോ ഇങ്ങനെ 3 പേരുള്ള ടീംസായിട്ട് തിരിക്കും. ഓരോ ടീമിനും ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും, ക്യാപ്റ്റന് ഡിഫറെൻറ്റ് കളറിൽ തൊപ്പി ഉണ്ടായിരിക്കും. എന്നിട്ട് അവർക്കൊരു ബോക്സ് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ മറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ തലേന്ന് പോയി ക്യാപ്പ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. അപ്പം ശരിക്കും ക്യാപ്റ്റന് പോയി വേറെ ടീമിൻ്റെ പോയി എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ തലേന്ന് മറ്റേ ടീമുകാർ മറ്റേ സംരക്ഷകരായിട്ടുള്ള 2 പേരുണ്ടല്ലോ, അവർ പോയി അതിനകത്തിൽ അവർ ആരെങ്കിലും പോയി ഇതെടുത്തുകൊണ്ട് വന്നിട്ട് ഇവരെ ഹുക്കിനകത്ത് കൊണ്ടുവന്ന് ഇടണം. അപ്പോൾ അങ്ങനെ ഇട്ടാൽ മാത്രമേ ഒരു സ്റ്റേജ്, അങ്ങനെ 6 ഘട്ടങ്ങളുണ്ട് ഈ ഒരു ടാസ്കിന്. അപ്പം എന്നിട്ട് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് കിട്ടുന്ന സൂപ്പർ പവേഴ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ നോമിനേഷൻ പവറാണ്. അതായത് 3 വീക്ക് ഓരോ ആൾക്കാരെ വീതം ഇവർക്ക് നോമിനേറ്റ് ചെയ്യാം. സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ അടുത്തെന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ 3 വീക്ക് നോമിനേഷൻ ഫ്രീ ആകാം. സൂപ്പർ ഫാമിലി പവർ എന്ന് പറയുന്നത് അതായത് ഫാമിലി വീക്ക് ഉണ്ടല്ലോ, ഫാമിലി വീക്ക് ആ സമയത്ത് ഇവരുണ്ടെന്നുണ്ടെങ്കിൽ 1 വീക്ക് അവരുടെ ഫാമിലിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൂപ്പിനെ തിരിക്കും. ലക്ഷ്മി, ജിഷിൻ, നെവിനാണ് ആ ടീമിൻ്റെ ക്യാപ്റ്റന്. അക്ബർ, ഷാനവാസ്, റേണുവാണ് ക്യാപ്റ്റന്. ജിസേല്, അനുമോള്, ശൈത്യ, ജിസേലാണ് ക്യാപ്റ്റന്. ഇത് ബിഗ് ബോസ് ആണ് ഈ ടീം തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ ഫുള്ള്, അതായത് എല്ലാ അടി ആൾക്കാരും മൊത്തത്തിൽ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അതായത് അക്ബറിനെ ഷാനവാസിനെ ആക്കിയിട്ടുണ്ട്, ജിസേലിനെ അനുമോളെ ശൈത്യ ആക്കിയിട്ടുണ്ട്. പിന്നെ മസ്താനി, റെന, ആര്യ
പിന്നെ ഉള്ളത് ശരത്ത്, അനീഷ്, സാബുമാൻ, ബിന്നി, നൂറ, അഭിലാഷ്, പിന്നെ ആദില, ഒനീൽ, പ്രവീൺ. ഇത്രയും പേരെയാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗെയിം പ്ലാനൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ടാസ്ക് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെ ഫുള്ള് ഫിസിക്കലല്ലാത്ത ടാസ്ക്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞ ടാസ്ക് ഫുള്ള് ഫിസിക്കൽ. അനീഷാണെന്നുണ്ടെങ്കിൽ ക്യാപ്പും കൊണ്ട് മറ്റേ പുതപ്പിനടി കയറുന്നു. എല്ലാവരും അനീഷിൻ്റെ മുകളിൽ. അനീഷ് ശ്വാസം മുട്ടി അവിടെ കിടക്കുന്നു. എന്താ പറയുക, ജിസേലിൻ്റെ തലേന്ന് തൊപ്പിപ്പറിക്കാൻ നോക്കുന്നു. പിന്നെ നെവിനാണ് ഒരു സൈഡിൽ വിളിച്ചിരിക്കുന്നത്. നെവിൻ്റെ നല്ല ടാക്ടിക്സ് ആയിരുന്നു, അതായിട്ട് വലിയ തട്ടുകേടൊന്നും പറ്റിയില്ല. രേണു ആണെന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ തലേന്ന് പിടിച്ച് രേണുവിൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് രേണുവിനാകെ പ്രശ്നമാകുന്നു. പിന്നെ അതിനിടയ്ക്ക് അപ്പാനെയും ലക്ഷ്മിയും കൂടി ഇത് പറഞ്ഞിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അനീഷിനെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ശ്വാസം മുട്ടി അനീഷിൻ്റെ മുഖത്തിൻ്റെ കളർ വരെ അങ്ങ് മാറി. അനീഷ് അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസിനെ കടിക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. പിന്നെ അങ്ങനെ അനീഷിൻ്റെ തലേന്ന് തൊപ്പിയാണെങ്കിൽ ഷാനവാസിൻ്റെ അക്ബറിൻ്റെ ടീം അടിച്ചെടുത്തോണ്ട് പോയി. അങ്ങനെ അനീഷ്, അപ്പാനി, സാവുമാൻ അവർ ഔട്ടായി. അത് കഴിഞ്ഞിട്ട് ആര്യനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കളിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, രേണു ആണെന്നെങ്കിൽ മറിഞ്ഞടിച്ച് വീണല്ലോ, ഗെയിമിൻ്റെ ഭാഗമായിട്ട് രേണു ആണെന്നുണ്ടെങ്കിൽ ആകെ മുടിയൊക്കെ പിടിച്ച് വലിച്ച പുള്ളിക്കാരി ആകെ മൊത്തത്തിൽ വന്നത്. അപ്പം രേണു ചേച്ചീനെ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ രേണു ചേച്ചി അയ്യോ എന്ന് പറഞ്ഞിട്ട് കിടക്കും. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രേണു ചേച്ചി ആണെങ്കിലും താമസിക്കാതെ സൂചിച്ചേട്ടൻ്റെ അടുത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു. അപ്പോൾ അക്ബറിന് അത് ഇഷ്ടപ്പെട്ടില്ല. അക്ബർ പറഞ്ഞു ഇങ്ങനെയുള്ള സംസാരം പാടില്ല, തമാശയൊക്കെ കൊള്ളാം, പക്ഷേ അത് ഓവറാണ്, ഒരു മര്യാദ കാണിക്കണം, മനുഷ്യപ്പറ്റുള്ള വർത്തമാനം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനോട് അക്ബർ പറയുന്നു. അപ്പം ജിഷിനാണെന്നുണ്ടെങ്കിൽ ആര്യനെ സപ്പോർട്ട് ചെയ്തു ഏറ്റുപിടിക്കുന്നുണ്ട്. പിന്നെ അന്നേരമാണെന്നുണ്ടെങ്കിൽ ജിഷിനാണോ ആര്യനാണോ പറഞ്ഞത്, അനീഷിൻ്റെ അടുത്ത് പോയപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് അപ്പാനെയാണെന്നുണ്ടെങ്കിൽ ആര്യൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നു, അക്ബറിനെതിരായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരമൊക്കെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബറും ആര്യനും അപ്പാനും കൂടെ വേറുന്നുണ്ട്. ഞാൻ നിന്നോടുള്ള നിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് വളരെ ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബർ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആര്യനാണല്ലോ പോയി രേണുവിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യ സോറി പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ്, അക്ബർ, അപ്പാനി, ആര്യൻ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഷാനവാസിൻ്റെ കൈ എടുക്കുക സംഭവം. അപ്പം അക്ബർ പറയുന്നത് സംഭവം ശരിയാണ്, നിനക്കൊരു കടിയുടെയൊക്കെ കുറവുണ്ട്, അത് അനീഷ് കടിച്ചത്. അപ്പോൾ എന്നിട്ട് ഷാനവാസ് ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ്, അനീഷ് ടാസ്കിൻ്റെ പുറത്ത് വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്നെ കടിച്ചു എന്നൊക്കെ ഷാനവാസ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോള് ജിസേലിനെ ജയിലിലടയ്ക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് നെവിൻ കൊണ്ടുവന്ന് ഇവരെ ജയിലടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനീഷിനെ വന്നിട്ട് അപ്പാനി സാവുമാനും കൂടെ കുറ്റപ്പെടുത്തുക. അതായത് അനീഷ ഇവരെ തോൽക്കാനുള്ള ശരിക്കും അവർ 3 പേരും കൊണ്ടല്ലേ ഒരുമിച്ച് കളിക്കേണ്ടത്. അപ്പോൾ അതിനകത്തിൽ ഇവർ അപ്പാനിയും സാവുമാനും നൈസായിട്ട് കൈ കഴിഞ്ഞിട്ട് അനീഷിൻ്റെ തലക്കെല്ലാം കൊടുത്തു, അനീഷാണ് അതിൻ്റെ റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിസയിലും അനുവും കൂടെ ഇതിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അപ്പം ജിസേൽ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാശിയോ റിവെഞ്ചൊക്കെ നിനക്ക് കൊച്ചിലെ വട്ടമുണ്ടോ, നീ ഓർക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അത് വേറെ ആൾക്കാർ ഭയങ്കരമായിട്ട് ബാധിക്കും, നീ ഇപ്പോഴും ഇത് പറയാനുണ്ട്. അപ്പോൾ അനുവാണെന്നുണ്ടെങ്കിൽ അനു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റിൽ ഉറച്ച് നിൽക്കുകയാണ്. അപ്പം ജിസയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പുള്ളിക്കാരി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെവിക്കട കേട്ട് മറ്റു ചെവിക്കട കളഞ്ഞ. അപ്പോൾ അനുവിന് പറയാനൊന്നുമില്ല അതിനകത്തിൽ. പക്ഷേ ജിസേൽ പറയുന്ന വാദങ്ങളൊക്കെ പക്ക കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദില നൂറൊക്കെ സംസാരിക്കുന്നതാണ്. അതിലെ ശൈത്യമൊക്കെ സംസാരിക്കുന്നത്, അതായത് അനുവിനെ പറ്റിയാണ്. അനുവിനാണെങ്കിൽ എന്ത് സാധനങ്ങളും കണ്ടൻറ്റാണെന്ന് പറഞ്ഞിട്ട്, കിടക്കുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത് എല്ലാം കണ്ടൻറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളെയാണ് യൂസ് ചെയ്യുക. എനിക്ക് ഇതിനകത്തു നിന്ന് പുറത്ത് കിടക്കണമെന്നൊക്കെ ആദില പറയുന്നുണ്ട്. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അനുമോളുടെ വാലാന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് മാറണം എന്നൊക്കെ ആദില പറയുന്നുണ്ട്. നമുക്കിനി കാണാം എങ്ങനെ ആദില കളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ്. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.